ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയപുത്രൻ മുഖാന്തരം നിത്യജീവനായി തിരഞ്ഞെടുത്ത നമ്മുടെ പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും ബഹുമാനവും ആരാധനയും ധനവും ജ്ഞാനവും മാനവും ഒക്കെ ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും മേൽക്കുമേൽ വർദ്ധിച്ചു വരുമാറാകട്ടെ. വീണ്ടെടുപ്പിനാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ആയുഷ്പര്യന്തം ആ ആത്മാവിന് കീഴ്പ്പെട്ടും ആത്മാവിനെ സകലത്തിലും അനുസരിച്ചും ജീവിപ്പാൻ ദൈവം കൃപയും ഭാഗ്യവും നൽകുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. ഇന്നലെ അത് ഉപസംഹരിക്കണം എന്ന് താല്പര്യപ്പെട്ടെങ്കിലും കഴിയാതെ പോയി. ഇന്ന് അതാകാം എന്ന് കരുതുന്നു. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ആ വാക്യത്തിന്റെ 2 വിധത്തിലെ തർജ്ജമകളാണ്. ഒരു തർജ്ജമ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു തുടങ്ങിയ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരനായി നിയമിക്കപ്പെട്ട കാലത്തെ കുറിക്കുന്നു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. ലോകസ്ഥാപനം മുതൽ. രണ്ടാമതൊരു വ്യാഖ്യാനം ആ വാക്യത്തിന് തർജ്ജമ, വ്യാഖ്യാനമല്ല തർജ്ജമ, ട്രാൻസ്ലേഷൻ നമ്മൾ കണ്ടത് ലോകസ്ഥാപനം മുതൽ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത വ്യക്തികളെന്നാണ്. 2 ആശയങ്ങളാണ് ആ തർജ്ജമകളിൽ നിന്നും നമ്മൾ കണ്ടത്. ഒന്ന്, ക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരനായി നിയമിക്കപ്പെട്ടതും ദൈവത്തിന്റെ പദ്ധതിയിൽ ക്രിസ്തു യാഗമാകാൻ തുടങ്ങിയതും ലോകോൽപ്പത്തിക്ക് മുമ്പേ. രണ്ടാമത്തേതിൽ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ പേരുകൾ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ജീവപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഈ 2 തർജ്ജമകൾ, 2 ആശയങ്ങൾ. എന്നാൽ നാം അതിൻ്റെ പല വശങ്ങളെ കുറിച്ച് ചിന്തിച്ചു. വേദപുസ്തകം ഏതായാലും വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കാത്ത ഒരു വിഷയമാണ് ജീവപുസ്തകത്തിൽ ദൈവം പേരെഴുതുന്നത് എപ്പോൾ. എന്നാൽ ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ ബൈബിളിന്റെ പൊതുവായ ആശയത്തെ കണ്ടുകൊണ്ട് ഇന്നലെ പഠിച്ചു. യേശുക്രിസ്തുവിനെ ദൈവം നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് നിയമിച്ചതും നമ്മെ ആ പുത്രനിൽ തെരഞ്ഞെടുത്തതും ഇത് രണ്ടും ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയായിരുന്നു. അതിന് തർക്കമില്ല. ബൈബിൾ വ്യക്തതയോടെ ആ കാര്യം നമ്മെ പഠിപ്പിക്കും. അപ്പോൾ ആ തെരഞ്ഞെടുത്ത സമയത്ത് തന്നെ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ എല്ലാം പേരുകൾ നേരത്തെ തന്നെ ജീവപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു എന്നൊരാശയമാണ് പലരും ആ വാക്യങ്ങൾ നിമിത്തം മുൻപോട്ട് വയ്ക്കുന്നത്. അതിന് പറയപ്പെടുന്ന ഒരു ഉദാഹരണവും കൂടെയുണ്ട്. അതായത്, മുൻകാലങ്ങളിൽ
പല സാമ്രാജ്യങ്ങളിലും അവരുടെ പൗരന്മാരുടെ പേരുകൾ എഴുതി വെക്കുമായിരുന്നു അത്രേ. പൗരന്മാരുടെ പേരുകൾ എഴുതി വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതി വെക്കുന്ന പ്രാചീന കാലത്തെ കാര്യങ്ങളാണ്. എന്തെങ്കിലും കാരണത്താൽ അവരുടെ പൗരത്വത്തിന് പോരായ്മ വന്നാൽ, പൗരത്വ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, അവർക്ക് ആ രാജ്യത്തിന്റെ പൗരത്വം നഷ്ടമാക്കുകയും അവരുടെ പേര് ആ ലിസ്റ്റിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യുന്ന ഒരു രീതി നിലനിന്നിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പ്രാചീന കാലത്ത് പല രാജ്യങ്ങളിലും നിലനിന്നിരുന്ന ഒരു കാര്യമാണ് അവരുടെ പൗരന്മാരുടെ പേരുകൾ എഴുതി വയ്ക്കുക. എന്നാൽ പൗരത്വ നിയമങ്ങൾക്ക് യോജ്യമല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ നീക്കിക്കളയുക, അവരുടെ പേര് വെട്ടുക. ആ അർത്ഥത്തിലാകാം ഒരുപക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന ഒരാശയമുണ്ട്. ദൈവം സർവജ്ഞാനിയായതുകൊണ്ട് മുന്നറിവിൽ ആരൊക്കെ രക്ഷിക്കപ്പെടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നു. അത് നമ്മൾ ഇന്നലെയും കണ്ടു. ഇന്നലെയും നാം അതേപ്പറ്റി കണ്ടു. എന്നാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ജീവപുസ്തകത്തിൽ പേരുകൾ എഴുതി വച്ചിരിക്കുന്നെന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ പേരുകൾ മാത്രമാണ്, അതായത് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നവരുടെ, രക്ഷിക്കപ്പെടുന്നവരുടെ എന്നല്ല, നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നവരുടെ പേരുകൾ മാത്രമാണ് ആ പുസ്തകത്തിൽ ഉള്ളത് എന്നും വന്നാൽ, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും എന്ന് ദൈവത്തിന് പറയേണ്ട ആവശ്യമില്ല. അവരുടെ പേരങ്ങ് എഴുതാതിരുന്നാൽ മതിയായിരുന്നല്ലോ. ഈ പേര് മായിക്കപ്പെടും എന്നുള്ളതും ബൈബിൾ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതും നാം ഇന്നലെയും മുൻപ് 2 പ്രാവശ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പൊ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായിക്കപ്പെടും, ചിലരുടെ പേരുകൾ മായിച്ച് കളയും എന്നൊക്കെയാണെങ്കിൽ അവരുടെ പേര് മായിക്കേണ്ട ആവശ്യം എന്താ? ദൈവത്തിനങ്ങ് എഴുതാതിരുന്ന പോരെ. അപ്പോൾ എഴുതിയെങ്കിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നവരുടെ പേരുകൾ മാത്രമല്ല എഴുതുന്നതെന്നും, രക്ഷിക്കപ്പെടുന്നവരുടെ പേരുകൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എഴുതുന്നുവെന്നും, ആ രക്ഷയിൽ അവർ നിലനിൽക്കാതെ വന്നാൽ അവരുടെ പേരുകൾ മായ്ച്ചു കളയും എന്നും ഉള്ള ആശയത്തിനാണ് തൂക്കം കൂടുതൽ. അങ്ങനെ വരികയാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരുടെ പേരുകളാണ് രക്ഷിക്കപ്പെടുന്ന സമയത്താണ് പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതുന്നത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ യുക്തിപരവും ഉത്തമവുമായിട്ടുള്ളത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്നലെ പറഞ്ഞതുപോലെ, എപ്പോൾ വേണമെങ്കിലും ജീവപുസ്തകത്തിൽ ദൈവം പേരെഴുതിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. പിന്നെ പഠനത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് ചിന്തിച്ചെന്ന് മാത്രം. അത് ഗഹനമേറിയ ഒരു വിഷയമല്ല. 2,
ജീവപുസ്തകത്തിൽ നിന്ന് എഴുതപ്പെട്ട പേരുകൾ മായ്ച്ചു കളയാതിരിക്കുകയോ ചെയ്യട്ടെ, അതും നമുക്ക് അധികം പ്രസക്തമായ കാര്യമല്ല. കാരണം ഇത് ക്യാൻസൽ ആകത്തില്ലെങ്കിൽ നമുക്ക് ലോകത്തിലേക്ക് ഇറങ്ങി ലോകപ്രകാരമൊക്കെ ഒന്ന് ജീവിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഇത് ചോദിക്കുന്നത് എങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതല്ലാതെ ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ച് പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുകയോ മായ്ക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവനെ സംബന്ധിച്ച് പ്രസക്തമായ കാര്യമേ അല്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്തു സംബന്ധിച്ച് അപ്രസക്തമായ കാര്യങ്ങളാണ്. I was just repeating what we concluded yesterday. It's not that important for a true Christian disciple when or whether or not the names will be blotted out from the book of life. ഇത് രണ്ടും നമ്മെ സംബന്ധിച്ച് പ്രസക്തമല്ല. നമുക്ക് പ്രസക്തമായ കാര്യം ജീവപുസ്തകത്തിൽ പേരുള്ളവരാകുക എന്നതാണ്. പൗലോസ് പറയുന്ന ഭാഗം നമുക്കറിയാം. ഫിലിപ്പിയർ 4:3 വാക്യം ഒന്ന് വായിച്ചോളൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞെങ്കിലും അത് വായിച്ചില്ലായിരുന്നു. ഫിലിപ്പീൻസ് 4:3. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. സ്തോത്രം. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണല്ലോ. എത്ര ഭാഗ്യകരമായ, എത്ര സന്തോഷകരമായ ഒരു പ്രസ്താവനയാണ്. ജീവപുസ്തകത്തിൽ പേരുള്ള നാമും അങ്ങനെ തന്നെ അറിയപ്പെടുവാൻ വെറുതെ സംബോധന ചെയ്യുന്നവരായിട്ടല്ല, ആത്മാർത്ഥമായി സത്യസന്ധമായി അങ്ങനെയായിരിക്കാൻ നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ. സ്തോത്രം. ഇനി പേര് എപ്പോൾ വേണമെങ്കിലും എഴുതട്ടെ. ചിലര് വേറൊരു ദുരുപദേശം കൂടെ പഠിപ്പിക്കാറുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ പേരങ്ങ് എഴുതി വെച്ചിരിക്കുക. പിന്നെ ആ പേര് എഴുതിയവരിൽ ആരെങ്കിലും മരിക്കുന്നത് വരെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അന്നേരം ആ പേരങ്ങ് മായ്ച്ചു കളയുക. അത് ദൈവത്തെ ദൈവമല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ ഇരുന്നു. ചിലപ്പം നമ്മള് റിസർവേഷനൊക്കെ ചെയ്തിട്ട് ക്യാൻസൽ ആക്കാനും പറ്റിയില്ല, യാത്ര ചെയ്യാനും പറ്റിയില്ല എന്നൊരു രീതി വരും. അതിന് എയർ ട്രാവൽ ഫ്ലൈറ്റിന്റെയൊക്കെ ഭാഷയിൽ നോ ഷോ എന്നാ പറയുന്നത്. നോ ഷോ. ക്യാൻസൽ ആക്കിയിട്ടില്ല ടിക്കറ്റ്, പക്ഷെ ആളെത്തിയിട്ടില്ല. This is the last call for so and so flight towards so and so place എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കോൾ എന്നും പറഞ്ഞ് 10-50 പ്രാവശ്യം വിളിച്ച് നടക്കുന്നതൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നേരത്തെ റിസർവേഷൻ ചെയ്തു, ചിലരാണെങ്കിൽ ബോർഡിംഗ് പാസും എടുത്തിട്ടുണ്ട്. പക്ഷേ ബോർഡിംഗ് പാസ് എടുത്തിട്ട് എവിടെയോ പോയിരിക്കുക, എവിടെയെല്ലാം ഇരുന്ന് ഉറങ്ങുമായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പം ഫോണിലോ എങ്ങാനും ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഈ വിളിച്ചതൊന്നും കേട്ട് കാണത്തില്ല. കുറെ വിളി കഴിഞ്ഞിട്ട് അവരങ്ങ് പോകും. ഇതുപോലെയുള്ള മാനുഷിക പരിമിതികളല്ല, മാനുഷിക പരിമിതികളില്ലാത്ത ഒരാളത്വമാണ് ദൈവത്തിന്റെ. അതുകൊണ്ട് ദൈവം നേരത്തെ എഴുതി വെച്ചു, റിസർവേഷൻ ചെയ്തു, പക്ഷെ ആള് വന്നില്ലെന്ന്. നോ ഷോ.
അന്നേരം പിന്നെ പേരങ്ങ് വിട്ടു വന്നു. ഇയാള് യാത്ര ചെയ്തിട്ടില്ല, ട്രെയിനിലെ ടിമാരൊക്കെ ചെയ്യുന്നത് പോലെ. ഇപ്പം നാട്ടിലൊരു ADM ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് എന്നും വാർത്തകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം കയറേണ്ടതായിരുന്നു. റെയിൽവേ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല. റിസർവേഷൻ ചെയ്തതാ, ടിക്കറ്റ് ഉണ്ട്, പക്ഷെ അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല. TT അദ്ദേഹം യാത്ര ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. 4 സ്റ്റേഷൻ കഴിഞ്ഞിട്ട്, പൊതുവെ 2 സ്റ്റേഷൻ കഴിയുമ്പോഴാണ് ആള് വന്നിട്ടില്ലാത്ത സീറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇത് 4 സ്റ്റേഷൻ വരെ കാത്തിരുന്നു, എന്നിട്ടും വരാഞ്ഞപ്പോഴാണ് മറ്റാർക്കോ അത് അലോട്ട് ചെയ്തത്. അപ്പം കാത്തിരുന്ന് വരാഞ്ഞപ്പോൾ വന്നില്ല എന്ന് TT എഴുതിയതുപോലെ, പാവം ദൈവം ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ കാത്തിരുന്ന് രക്ഷിക്കപ്പെട്ടില്ല എന്ന് വന്നപ്പോൾ ആ പേരങ്ങ് വെട്ടിക്കളയുന്ന, അങ്ങ് തുടച്ചു കളയുന്ന ഒരു രീതിയല്ല. എഴുതുന്നതും വായിക്കുന്നതും ജീവകാലത്ത് തന്നെയായിരിക്കും. എന്നാൽ അതിന് മറ്റൊരു വ്യാഖ്യാനം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, അപ്പം അതിന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനമായിട്ട് വരുന്ന മൂന്നാമതൊരു വ്യാഖ്യാനമുണ്ട് അവിടെ. അതായത് ലോകസ്ഥാപനം മുതലാണ് ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് എന്ന് വെച്ചോളൂ. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നല്ല, ലോകസ്ഥാപനം മുതൽ. അങ്ങനെയാണെങ്കിൽ ലോകസ്ഥാപനം മുതൽ എഴുതി തുടങ്ങുകയാണോ, എഴുതി തീർക്കുകയാണോ? കൂടെ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എഴുതി തുടങ്ങുകയാ. 13:8 വെളിപ്പാട് 13:8 17:8 ഇൻ ബോത്ത് റെഫറൻസസ് 13:8 ആൻഡ് 17:8 രണ്ടിടത്തും കാണുന്നത് ലോകസ്ഥാപനം മുതൽ എന്ന പ്രയോഗമാണ്. ഫ്രം ദ ബിഗിനിങ് ഓഫ്. അപ്പം ലോകസ്ഥാപനം മുതൽ എഴുതുന്നു എന്ന് വച്ചാൽ അവിടെയും തെറ്റില്ല. എങ്ങനെ? മനുഷ്യോൽപത്തി മുതൽ അതാത് കാലങ്ങളിൽ രക്ഷിക്കപ്പെടുന്നവരുടെ പേരുകൾ അന്ന് മുതലേ എഴുതുന്നുണ്ടെന്ന്. അത് തുടരുകയാണ്. എപ്പോൾ വരെ? ഏറ്റവും ഒടുവിലത്തെ ആളും കൂടെ ഈ പേരിൽ, ഈ പുസ്തകത്തിൽ ചേർക്കപ്പെടുന്നത് വരെ. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതി തീർത്ത ഒരു പുസ്തകമല്ല, പകരം ലോകസ്ഥാപനം മുതൽ രക്ഷിക്കപ്പെടുന്നവരുടെ പേരുകൾ എഴുതി ചേർക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. എങ്കിൽ അന്ന് മുതൽ അത് തുടരുകയാണ്. എപ്പോൾ വരെയും അത് തുടരും? അന്തിമ ന്യായവിധിക്ക് തൊട്ട് മുമ്പ് വരെ.
നമ്മൾ ശ്രദ്ധിച്ചോ, വിശുദ്ധന്മാരുടെ ന്യായവിധിയുമുണ്ട്, പാപികളുടെ ന്യായവിധിയുമുണ്ട്. പല ന്യായവിധികളുണ്ട്, അവിടേക്ക് നമുക്ക് പിന്നീട് വരാം. പ്രധാനമായിട്ടും ജഡ്ജ്മെന്റ് ഓഫ് ദ സെയിൻസ് ആൻഡ് ജഡ്ജ്മെന്റ് ഓഫ് ദ സിനേഴ്സ്. ഇതിൽ എവിടെയാണ് ജീവപുസ്തകം ശരിയായി അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതും എന്താണ് പറയുന്നത്, ജീവപുസ്തകം പരിശോധിക്കപ്പെടുന്നതും? അന്ത്യന്യായവിധി. സ്തോത്രം. എന്ന് വെച്ചാൽ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. എന്ന് വെച്ചാൽ വിശുദ്ധന്മാരുടേതോ പാപികളുടെ ന്യായവിധിയോ? പാപികളുടെ ന്യായവിധിയില്ല. വിശുദ്ധന്മാരുടെ സ്വർഗപ്രവേശനത്തിന് ജീവപുസ്തകം പരിശോധിച്ചല്ല ഒരുത്തനെ അങ്ങോട്ട് കയറ്റുന്നത്. അത് നമ്മൾ കാണുന്നില്ല. തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഒരുത്തനും വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശനം ഇല്ല. 21 അവസാന വാക്യത്തിൽ, വെളിപ്പാട് 21 അവസാനത്തിൽ, 21 last words of Revelation, it is of course recorded that only those whose names will be found in the book of the life of the Lamb will have an entrance or access to the holy city of New Jerusalem. Certainly. പക്ഷേ ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ജീവപുസ്തകം പരിശോധിച്ച് നോക്കട്ടെ നിന്റെ പേരുണ്ടോ, എന്താ നിന്റെ പേര്, ശരി ഉണ്ട്, കേറിക്കോ എന്ന് പറയുന്നില്ല. പകരം ഈ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരെ പ്രത്യേകിച്ച് പരിശോധന ഒന്നും നടത്താതെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് അങ്ങ് പൊടുന്നനവെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതേസമയം പാപികളുടെ, ദുഷ്ടന്മാരുടെ, മരിച്ചവരുടെ അന്ത്യന്യായ വിധിയിൽ നരകത്തിലേക്ക് തള്ളുന്നതിന് മുമ്പാണ് ജീവപുസ്തകം പരിശോധിക്കുന്നതായി നാം കാണുന്നത്. 20-ാം അധ്യായത്തിന്റെ നമ്മൾ കണ്ടു 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ, 15 പ്രത്യേകിച്ച് 12ഉം 15ഉം വാക്യങ്ങളിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഏവനെയും, അല്ലെങ്കിൽ ജീവപുസ്തകത്തിൽ പേരുകൾ കാണാത്ത ഏവനെയും തീപ്പുകയിലേക്ക് തള്ളിയിടും. എന്ന് വെച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നരകത്തിലേക്ക്, അന്തിമ ശിക്ഷാവിധിയിലേക്ക് തള്ളുന്നതിന് മുമ്പ് തെളിവ് കൊടുക്കുകയാണ്, ദാ നിന്നെ നരകത്തിലേക്ക് തള്ളാൻ കാരണം ഇതാണ്, നിന്റെ പേര് ജീവപുസ്തകത്തിൽ ഇല്ല. അത് ഉറപ്പുവരുത്തുക. സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ അത് പരിശോധിക്കുന്നില്ല. കർത്താവിനുള്ളവരെ അവൻ അറിയുന്നു. അതുകൊണ്ട് അവരെ പൊടുന്നനവേ കർത്താവിന്റെ രാജ്യത്തിലേക്ക് നമ്മുടെ നാഥൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം? For the saints to take them to heaven, we don't see their names are not tested in the book of life. Stotra. But before a person is condemned in the final judgment, during the judgment of the sinners, of the wicked, of the dead, they are absolutely, definitely, the book of life of the Lamb of God is very much checked.
to confirm that his or her or their names are not found in the book of the life of the Lamb before they will be put into the hellfire. വളരെ പ്രസക്തമായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ളവരെ കർത്താവ് പെട്ടെന്ന് പൊടുന്നനവേ കർത്താവിന്റെ കൂടെ അങ്ങ് കൊണ്ടുപോവുകയാണ്. പക്ഷേ പേരില്ലാത്തവനെ വിസ്തരിച്ച് പരിശോധിച്ച് പുസ്തകത്തിൽ പേരില്ലെന്ന് തെളിയിച്ച് അവന് സംശയത്തിനിടവ് ഇല്ലാതെ അടുത്ത ഒരു അപ്പീൽ കൊടുക്കാൻ വകയില്ലാതെ അവനെ നരകത്തിലേക്ക് തള്ളുകയാണ്. കാര്യം മനസ്സിലാക്കാണുമല്ലോ. സ്തോത്രം. ഇനി എന്താണ് ജീവപുസ്തകത്തിൽ പേര് ചേർക്കപ്പെടേണ്ടതിനായി നാം ചെയ്യേണ്ടത്? വാട്ട് ഷാൽ വി ഡു? നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അതോ ദൈവം അങ്ങ് പേരെഴുതി അങ്ങ് കൊണ്ടുപോകുന്നുള്ളോ? ജീവപുസ്തകത്തിൽ പേര് കാണപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവമക്കളായി തീരണം. സ്തോത്രം. ദൈവമക്കളായി തീരണം. പല ഭാഷകൾ നമുക്ക് ഉപയോഗിക്കാം, പല വാക്കുകൾ ഉപയോഗിക്കാം. വീണ്ടും ജനിക്കണം. അതിൻ്റെ ഒന്നും സാങ്കേതിക അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു സാധാരണ സുവിശേഷം അറിയിക്കുന്ന രീതിയിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണേണ്ടതിന് നമ്മൾ ദൈവമക്കളായി വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ദൈവത്തിന് ജനിക്കുക എന്നാണല്ലോ. ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനാലും ജനിക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിന്റെ പൗരന്മാരായി തീരുക. ദൈവഭവനത്തിലെ അംഗങ്ങളായി തീരുക. ദൈവത്തിന്റെ മക്കളായിട്ട് ജനിക്കുക. അതിനെന്താ ചെയ്യേണ്ടതെന്നും നമുക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. സ്വന്തം പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക. കർത്താവായ യേശുവിന്റെ കർത്തൃത്വത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തുക. ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് അനുസരിച്ച് യേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുക. ഏറ്റവും ലളിതമായ ഈ 4 കാര്യങ്ങൾ ചെയ്യുക. വിശദമാക്കാൻ വീണ്ടും അതിന്റെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നില്ല. യേശു കർത്താവും സ്നാപക യോഹന്നാനും ഒക്കെ പ്രസംഗിച്ചു തുടങ്ങിയത് മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ്. ആ സുവിശേഷവും നമ്മൾ വിശ്വസിച്ചതും ഇപ്പോൾ വിശ്വസിക്കേണ്ടതുമായ സുവിശേഷവും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. അതിൻ്റെയും സാങ്കേതികതകളിലേക്ക് പോകുന്നില്ല. പകരം ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ്
എന്റെ പാപത്തിന് പരിഹാരം കാണണമെന്നും എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണമെന്നും തിരിച്ചറിഞ്ഞ്. അപ്പോൾ ഒന്നൊന്നായിട്ട് പറയുകയാണ്. ഒന്ന്, ഞാനൊരു പാപിയാണ് എന്ന് തിരിച്ചറിയുക. അക്നോളജ് ഐ എം എ സിനർ. രണ്ട്, അക്നോളജ് ദി അർജന്റ് നീഡ് ഓഫ് ഫോർഗിവ്നെസ് ആൻഡ് സാൽവേഷൻ. പാപക്ഷമയുടെയും രക്ഷയുടെയും ആവശ്യകത മനസ്സിലാക്കുക. അഡ്മിറ്റ് ഓൺ ഹെൽപ്ലെസ്നെസ് ടു ബി സേവ്ഡ് ഓർ forgiven. പാപക്ഷമ പ്രാപിക്കുവാനും രക്ഷിക്കപ്പെടുവാനും സ്വയമായി പ്രാപ്തനല്ല എന്ന നിസ്സഹായത ഏറ്റുപറയുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെടുക. റിപ്പന്റ്, confess and repent from sins with a broken heart. അനുതാപ ഹൃദയത്തോടെ, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുക. 5, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്തുവാ വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശുവിൽ. ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായിട്ട് നടന്ന ഉപവാസ പ്രാർത്ഥനയിലെ കാര്യങ്ങൾ ഞാൻ വിസ്താരത്തോടെ പറഞ്ഞിരുന്നു. അത് ഞങ്ങളുടെ സഭയിലുള്ളവർക്ക് ആവർത്തന വിരസത ഉണ്ടാക്കുന്നതാണെങ്കിലും പണ്ട് നമ്മുടെ ഇടയിലും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒന്നും കൂടെ പറയുന്നു. രക്ഷയ്ക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതേണ്ടതിന് നാം വിശ്വസിക്കേണ്ട കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശു ആരാണെന്ന് വിശ്വസിക്കണം. 2, യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് വിശ്വസിക്കണം. യേശു ആരാണ്? ഏറ്റവും ലളിതമായ ഉത്തരം മത്തായി 16:16, യോഹന്നാൻ 20:31. ഏതെങ്കിലും ഒരു വാക്യം വായിച്ചോളൂ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. സ്തോത്രം. പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. യേശു ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നമ്മള് സ്നാനത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കി നിർത്തിയ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഏതാണ്ട് നിത്യതയോളം നീളമുണ്ട്, അല്ലേ? അങ്ങ് ആദാം തുടങ്ങി ഇങ്ങോട്ടങ്ങ് ചോദിക്കും. ഈ വെള്ളത്തിൽ നിൽക്കുന്ന പുള്ളി നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക, ആന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞ വെള്ളത്തിൽ നിന്ന് കയറ്റി തിരിച്ചു വിടുമെന്ന. അതുകൊണ്ട് ഈ ഉപദേശി ചോദ്യം നിർത്താനിരിക്കുക, ഒന്ന് മൂളാൻ. ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നും ആയിരിക്കത്തില്ല. എന്റെ ചിന്തയിൽ ഞാനും ഈ നീളത്തേക്ക് ചോദിക്കാറുള്ള ആളാട്ടോ. പക്ഷേ അതെന്തെന്ന് വെച്ചാല് ചോദിച്ചില്ലെങ്കിൽ വിശ്വാസികൾക്ക് തോന്നും ഈ പുള്ളിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഉപദേശിമാര് നിർബന്ധപൂർവ്വം അങ്ങ് ചോദിച്ചു പോകുന്നതാ. പക്ഷേ അത്രയൊന്നും ചോദിക്കണ്ട. എന്ത് ചോദിച്ചാ മതി? വായിച്ചാട്ടെ.
അപ്പോസ്തല പ്രവർത്തികൾ 8:36-37, ആക്ട്സ് 8:36 and 37. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഇത്രയും മതി. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അത്രയും മാത്രം ചോദിച്ച് ഉപദേശിച്ച് സ്നാനപ്പെടുത്തിയാൽ മിക്കവാറും ആള് തുണി മാറുന്നതിന് മുമ്പേ കേന്ദ്രത്തിൽ നിന്ന് ട്രാൻസ്ഫർ ഓർഡർ വരാൻ സാധ്യതയുണ്ട്. ഈ പുള്ളിക്ക് അല്ലെങ്കിൽ ഇനി സ്നാനപ്പെടുത്തരുതെന്നും പറഞ്ഞൊരു വിലക്ക് കൽപ്പന വന്നേക്കാം. ഈ പുള്ളിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അല്ലെ ചിലപ്പോഴേ പട്ടാള ഭാഷയിൽ പറയുകയാണെങ്കിൽ പാസ്റ്ററൽ തിയോളജിയുടെ ക്ലാസ്സിന് അടുത്ത ഒരു സെമസ്റ്ററും കൂടെ പോയി ബൈബിൾ സ്കൂളിൽ പഠിക്കണമെന്ന്. പക്ഷെ ഇത്രയും ചോദിച്ചാൽ മതി. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് നീ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നീ വിശ്വസിക്കുന്നു. ഇത്ര മതി. അപ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ചേർക്കപ്പെടുവാനായി ആദ്യത്തെ 5-6 കാര്യങ്ങള് മാനസാന്തരത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇനിയും പറയാൻ പോകുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടതിനെ കുറിച്ചാണ്. എന്ത് വിശ്വസിക്കണം? 2 കാര്യങ്ങൾ. ഒന്ന്, യേശു ആരാണ് യേശു? ദൈവപുത്രനായ ക്രിസ്തു, അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് യേശു. പുത്രനായ ക്രിസ്തുവാണ് യേശു. ഇത് വിശ്വസിക്കണം. രക്ഷയ്ക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതുന്നതിന് ആവശ്യമായ അനിവാര്യമായ കൂടിയേ തീരൂ എന്ന് നിർബന്ധപൂർവമായ വിശ്വാസമാണിത്. രണ്ടാമതെന്താ വിശ്വസിക്കേണ്ടത്? യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? യേശു എനിക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് എന്ത് ചെയ്തു? അത് അത്ഭുതങ്ങളെക്കുറിച്ചോ യേശു ചെയ്ത അടയാളങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് റിഡംഷൻ ഡൺ ഓൺ ദ ക്രോസ്. ക്രൂശിൽ യേശു നിവർത്തിച്ച രക്ഷണ്യ പ്രവർത്തികളുള്ള വിശ്വാസമാണ്. ഞാൻ എന്നും ഞങ്ങളുടെ സഭയിൽ പകല് പറഞ്ഞ കാര്യമാണ്. ക്ഷമിക്കണേ, ഒന്നും കൂടെ ആവർത്തിച്ചോട്ടെ. ഒത്തിരി വാക്യങ്ങൾ ഉണ്ടെങ്കിലും ഗലാത്യർ 2:20, ഗലേഷ്യൻസ് 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. എന്തുവാ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിച്ച യേശു ദൈവപുത്രൻ എനിക്ക് വേണ്ടി ചെയ്തത്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് ക്രൂശ് മരണത്തെക്കുറിച്ചാണ്. അതുപോലെ 1 പത്രോസ് 2:24 പത്രോസ് പറയുന്നു, അവൻ തന്റെ എടുത്തെങ്കിൽ വായിച്ചോ. 1 Peter 2:24, 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി.
മതി. തന്റെ ശരീരത്തിൽ ഞാൻ വിശ്വസിക്കണം, എന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. കുറച്ചു മുമ്പ് നമ്മുടെ മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥനയുടെ സെഷൻ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ചോട്ടെ. എബ്രായർ 1:3 നമ്മൾ പണ്ടൊരിക്കൽ വായിച്ചതാ, കുറച്ചു നാൾ മുമ്പ് വായിച്ചതാ. ഒന്നും കൂടെ, എബ്രായർ 1:3, ഹീബ്രൂസ് 1:3. അവൻ തന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. എന്ത് ചെയ്തു? 1 പത്രോസ് 2:24 എബ്രായർ 1:3 കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ. എന്റെ പാപങ്ങളെ, അത് ഞാൻ വ്യക്തിപരമാക്കുക കേട്ടോ, നമ്മുടെ അവിടെ പറഞ്ഞിരിക്കുന്നു, വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണേണ്ടതിന് ഇത് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? എന്റെ പാപങ്ങളെ യേശു തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എബ്രായർ 1:3, എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. സ്തോത്രം. ഇതും വിശ്വസിക്കണം. വെറുതെ ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമല്ല ഈ പറയുന്നത്, ഹൃദയം കൊണ്ടുള്ള അംഗീകാരമാണ്. അത് രണ്ടും വേണം. അതാണ് യോഹന്നാൻ 1:12. എന്താ ചെയ്യേണ്ടത്? അവനെ കൈക്കൊള്ളണം, അവനിൽ വിശ്വസിക്കണം. സ്തോത്രം. അപ്പോ യേശുവിൽ ഈ രണ്ട് കാര്യങ്ങൾ വിശ്വസിച്ചാൽ ജീവപുസ്തകത്തിൽ പേരുകൾ എഴുതി ചേർക്കുന്നതിനുള്ള വഴിയാകും. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു തന്റെ ജഡത്തിൽ, തന്റെ ശരീരത്തിൽ, തന്റെ ദേഹത്തിൽ എന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്റെ പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തിയിട്ട് മഹിമയുടെ വലഭാഗത്ത് എനിക്ക് വേണ്ടി മഹാപുരോഹിതനായി ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. ഇത് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അടുത്ത പടിയാണ് എന്തേ? ഇങ്ങനെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായ, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ യേശുവിനെ നമ്മൾ കൈക്കൊള്ളുക. മുമ്പേ നമ്മൾ പറഞ്ഞ യോഹന്നാൻ 1:12. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, യാതൊരുവനും ദൈവ മക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു. സ്തോത്രം. അതാണ് റോമർ 10:9-10 വാക്യങ്ങളിലും നാം കാണുന്നത്. നമുക്ക് മനഃപ്പാഠമാണല്ലോ. സ്തോത്രം. 9-ാമത്തെ വാക്യം വായിച്ചോളൂ. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വസിക്കുന്ന ഭാഗമായി, വിശ്വസിച്ചതിന് ശേഷം എന്ത് വിശ്വസിക്കണം? യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും കൂടെ. അതുകൊണ്ടാണ് പരിഹാരം വരുത്തിയിട്ട് മഹിമയുടെ വലഭാഗത്തിരുന്നു എന്നതിനകത്ത് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? യേശുവിനെ നമ്മൾ കൈക്കൊള്ളണം.
എന്ന് വെച്ചാൽ അവനിൽ ആശ്രയിക്കുക, യേശുവിനെ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക. സ്തോത്രം. അതാണ് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുക. കേവലം വിശ്വസിച്ചു വിടുകയല്ല, ഇങ്ങനെ ദൈവപുത്രനും എന്നെ സ്നേഹിച്ച് തന്നെത്താൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ഉയർത്തെഴുന്നേറ്റ മഹിമയുടെ വലഭാഗത്തിരിക്കുന്ന യേശുവേ, നീ എൻ്റെ കർത്താവാണ് എന്ന് വെച്ചാൽ ഞാൻ നിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുന്നു. കർത്താവിന്റെ അർത്ഥം നമ്മൾ മത്തായി 6-ാം അധ്യായത്തിൽ വെച്ച് പഠിച്ചിരുന്നു. 24-ാം വാക്യത്തിൽ നിന്ന്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ച ഭാഗത്ത് നമ്മളിത് പഠിച്ചത്. അപ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ചേർക്കപ്പെടേണ്ടതിന് എന്ത് വേണം? യേശുവിനെ കർത്താവായി നമ്മൾ ഏറ്റുപറയണം, വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. അടുത്തത്, വാഗൊണ്ടേറ്റു പറഞ്ഞാൽ മാത്രം പോരാ, പരസ്യമായി യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്ന് സാക്ഷിക്കണം. ആ പരസ്യ സാക്ഷീകരണമാണ് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്ന ഭാഗം വരെ എത്തിയിട്ടേ ഉള്ളൂ, സ്നാനത്തിലൂടെ യേശുവിങ്കലുള്ള വിശ്വാസത്തെ പരസ്യമായി സാക്ഷീകരിച്ചിട്ടില്ലെങ്കിൽ ഇതൊരാഹ്വാനമായി സ്വീകരിച്ചു കൊള്ളുക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണേണ്ടതിന് വിശ്വാസ സ്നാനവും സ്വീകരിച്ചേ പറ്റൂ. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തളിച്ചും ഒഴിച്ചും ഉള്ള ശിശുസ്നാനം പോരാ. പകരം ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചതിന് ശേഷം, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന്റെ പ്രതീകമായി വെള്ളത്തിൽ മുങ്ങി പൊങ്ങി സ്നാനമേൽക്കണം. ഇത്രയും കാര്യങ്ങൾ നാം സത്യമനസ്സോടെ ചെയ്താൽ ബൈബിൾ നമുക്ക് ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, അങ്ങനെയുള്ളവരുടെ പേരുകൾ നിത്യജീവന്റെ പുസ്തകത്തിൽ, ജീവപുസ്തകത്തിൽ, കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ എഴുതും. സ്തോത്രം. ഇങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാനസാന്തര പ്രക്രിയയിലൂടെ കടന്നു പോകുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്മാറ്റ അവസ്ഥയിൽ ദൈവവുമായി ബന്ധമില്ലാതെ കഴിയുന്നെങ്കിൽ അങ്ങനെയുള്ളവരെയും ഞങ്ങൾ മടങ്ങി വരുവാനായിട്ട് ആഹ്വാനം ചെയ്യും. ഇല്ലെങ്കിൽ പേരൊരിക്കൽ ചേർക്കപ്പെട്ടെങ്കിൽ പോലും ഉടുപ്പും മലിനമായാൽ, സ്തോത്രം, പേര് ജീവപുസ്തകത്തിൽ നിന്നും മായ്ക്കപ്പെടാനിടയുണ്ട്. പാപം ചെയ്താൽ പാപം ചെയ്തവന്റെ പേര് കർത്താവ് പുസ്തകത്തിൽ നിന്ന് മാറ്റിക്കളയും എന്ന് നാം പുറപ്പാട് 32-33 കാണുന്നുണ്ട്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സത്യമനസ്സോടെ, സത്യസന്ധമായി, യാഥാർത്ഥ്യബോധത്തോടെ എനിക്ക് പാപമോചനം വേണമെന്ന ആവശ്യബോധത്തോടെ ചെയ്തവരാണെങ്കിൽ പിന്നീട് പാപത്തിലേക്ക് മനഃപൂർവ്വം ഇറങ്ങിപ്പോയി പാപം ചെയ്യാതെ തങ്ങളെ തന്നെ ദൈവവചനത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ
അങ്ങനെയുള്ളവർക്ക് തിരുവെഴുത്തുറപ്പ് തരുന്നു, നിങ്ങൾ ഇപ്പോഴും ദൈവമക്കൾ തന്നെ. നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ഇനി സ്വർഗരാജ്യത്തിന് അന്യരും പരദേശികളും അല്ല, അല്ല. പിന്നാരാ? സ്വർഗത്തിലെ പൗരന്മാർ. സ്തോത്രം. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരത്രേ. പൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ആ ഒരു അഷ്വറൻസ്, ആ ഒരു ഉറപ്പ് കർത്താവ് നമുക്ക് തരുന്നു. സ്തോത്രം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. ജീവപുസ്തകത്തിൽ പേരുള്ളവരാകാൻ എന്ത് ചെയ്യണം? രണ്ട്, ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇതിന് രണ്ടിനും ഉത്തരം നമ്മളിപ്പോൾ കണ്ടു. അതിൽ ആദ്യ ഭാഗം ജീവപുസ്തകത്തിൽ പേര് ചേർക്കാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു. വെറുതെ എവിടെയെങ്കിലും പോയി സ്നാനപ്പെട്ടത് കൊണ്ട്, ഇനി മുഴുകൽ സ്നാനം തന്നെ വെറുതെ പോയി സ്വീകരിച്ചത് കൊണ്ട് ജീവപുസ്തകത്തിലൊന്നും പേര് വരുത്തില്ല. ബൈബിൾ സ്കൂളിൽ പഠിച്ചത് കൊണ്ടോ, ഓർഡിനേഷൻ കിട്ടിയത് കൊണ്ടോ, സഭയിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിച്ചത് കൊണ്ടോ ഒന്നും പേര് ചേർക്കപ്പെടത്തില്ല ജീവന്റെ പുസ്തകത്തിൽ. വേറെ ഒരു കുറുക്കു വഴികളും ഇല്ല. ദശാംശവും ശതാംശവും ചിലരൊക്കെ അങ്ങനെ പറയുന്നത്, ഇനി തൊട്ട് ഞാൻ ദശാംശമല്ല ശതാംശം കൊടുക്കുമെന്ന്. അർത്ഥം മനസ്സിലാക്കാണല്ലോ. 10-1 ഇനി 100-1 കൊടുക്കും. അപ്പം ഇനി നമുക്ക് കിട്ടുന്നത് മുഴുവനും കൊടുത്തെന്ന് പറഞ്ഞാലും രക്ഷിക്കപ്പെടുന്ന മുമ്പേ പറഞ്ഞ ആ പ്രക്രിയയിലൂടെ വന്നില്ലെങ്കിൽ, സ്തോത്രം, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ചേർക്കപ്പെടില്ല. ആ നിലയിൽ പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച്, സ്തോത്രം, ദൈവമക്കളായി തീർന്നവരും ആ പദവി നിലനിർത്തി പോകുന്നവരുമാണെങ്കിൽ നമുക്കൊരു അഷ്വറൻസ്, ഒരു ഉറപ്പുണ്ട്, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ട്. സ്തോത്രം. അവർക്കാണ് സന്തോഷിപ്പാൻ കഴിയുന്നത്. അതിനെയാണ് കർത്താവ് ലൂക്കോസ് 10:20 പറഞ്ഞത്, സ്വർഗത്തിൽ പേര് എഴുതിയിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾ സന്തോഷിപ്പീൻ. സ്തോത്രം. സ്വർഗത്തിൽ പേര് നമ്മുടേതുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു അഷ്വറൻസ്, ആ ഒരു ഉറപ്പ് കർത്താവ് നമുക്ക് തരും. റോമർ 8:15 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഒത്തിരി പേര് യഥാർത്ഥ മാനസാന്തരം ഒന്നും നടക്കാതെ, വീണ്ടും ജനന അനുഭവമേ നടക്കാതെ, ഇങ്ങനെ സഭയുടെ ഓളത്തിൽ പോയി ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെന്നുള്ള വ്യാജ ചിന്തയോടെ കഴിയുന്നവരാണ്. നാം ആരും അങ്ങനെ ആകാതിരിപ്പാൻ, സ്തോത്രം, ദൈവകരങ്ങളിലേക്ക് നമ്മെ നമുക്ക് സമർപ്പിക്കാം. ജീവപുസ്തകത്തിൽ പേരുണ്ടോ? നമുക്ക് സന്തോഷിക്കാം. സാഹചര്യം എന്തായിരുന്നാലും, ശരീരത്തിന്റെ അവസ്ഥ, സാമ്പത്തിക നില, കുടുംബജീവിതത്തിന്റെ നിലവാരങ്ങൾ, ജോലിയുടെ, വീടിന്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നാലും നമുക്ക് അതെല്ലാം മറന്ന് സന്തോഷിപ്പാൻ വക തരുന്ന കാര്യമാണ് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട് എന്നുള്ളത്. സ്തോത്രം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. The utmost joy is the joy of
being included in the book of life. സ്തോത്രം. ആ ഒരു ഉറപ്പോടെ നാം ഇന്ന് കിടക്കയിലേക്ക് പോകാവൂ. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ വേണമെങ്കിൽ ചോദിച്ചാൽ. സ്വർഗത്തിൽ പേരുള്ള ആദിജാതന്മാരുടെ സഭ, അത് രക്ഷിക്കപ്പെട്ടവരാണോ? അത് എന്തെങ്കിലും വേറെ മീനിങ് ഉണ്ട്? ഇല്ല, അതിന് വേറെ മീനിങ് ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ആഴ്ചകൾക്ക് മുമ്പ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ആ കാര്യം. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു മലയാളി പാസ്റ്റർ തന്നെ അതിനെപ്പറ്റി മറ്റൊരു നിലയിൽ വ്യാഖ്യാനിച്ചിരുന്നു. എന്നാൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാർ, ദൈവത്തിന് ദൈവത്തിന്റെ മക്കൾക്ക് എന്താ വകതിരിവുണ്ടോ? വകതിരിവ് എന്ന് പറഞ്ഞാൽ വിവരമുണ്ടോന്നല്ല. ഈ ദൈവത്തിന്റെ മക്കളെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പല വകുപ്പുകളായിട്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. നമ്മൾ ചിലയിടത്തൊക്കെ വായിക്കുന്നതും നമ്മൾ പ്രസംഗം കേട്ടിട്ടുമുണ്ട്, ദൈവത്തിന് മക്കളും പ്രിയ മക്കളും ഉണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന് ഓരോരുത്തരോടുള്ള സ്നേഹം വേറെ വേറെയാണ്. എല്ലാവരോടും ഒരുപോലെയല്ല സ്നേഹം. യോഹന്നാനെ ശിഷ്യന്മാരിൽ കൂടുതലായിട്ട് യേശു സ്നേഹിച്ചു. കർത്താവ് ആരെയാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 14-ന്റെ 21-ലും 23-ലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരോടും കർത്താവിനുള്ള സ്നേഹം വ്യത്യസ്തമായിരിക്കും തീർച്ചയായിട്ടും. എന്നാൽ ദൈവത്തിന്റെ മക്കളിൽ ചിലരെ ആദ്യജാതന്മാരെന്നും ചിലരെ ഇളയവരെന്നും തരംതിരിക്കുന്ന പ്രകൃതയില്ല. ആരാണ് ആദ്യജാതന്മാരുടെ സഭ? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാർ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലും 7-ാമത്തെ അധ്യായത്തിലായിരുന്നല്ലോ നമ്മൾ കണ്ടത്. അവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യജാതന്മാരായിട്ട് വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന്. അപ്പോൾ ആ ആദ്യജാതന്മാരെന്നിവിടെ പറയപ്പെടുന്നതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതും പ്രത്യേകിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ആദ്യജാതൻ എന്നാൽ ഒരാൾക്കേ പറ്റത്തുള്ളല്ലോ ആദ്യജാതനാകാൻ. എന്നാൽ ഇവിടെ ആദ്യജാതന്മാർ, ഒന്നിലധികം പേർ ആദ്യജാതന്മാരാണെന്ന് വെച്ചാൽ അത് ജനനം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല. ആദ്യജാതനായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനിക്കപ്പെട്ട എല്ലാവർക്കും ലഭിക്കുന്ന ഒരു പദവിയാണ്. ദൈവം നമ്മെ ആ അർത്ഥത്തിൽ ആദ്യജാതന്മാരായിട്ട് കാണുന്നു എന്ന് സാരം. അത് പ്രത്യേകിച്ചൊരു പദവിയല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന, ജീവന്റെ പുസ്തകത്തിൽ അഥവാ സ്വർഗത്തിൽ പേരുകൾ ചാർത്തപ്പെട്ടിരിക്കുന്ന, എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാവരും തന്നെ ദൈവത്തിന് ആദ്യജാതന്മാരായി വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താം നമുക്ക്. സഭയെ മാത്രമല്ല. It may not be from the day of Pentecost. Maybe from Abel.
ദ ഫസ്റ്റ് ബിലീവർ, ആദ്യത്തെ വിശ്വാസിയായ ഹാബേല് തുടങ്ങിയുള്ളവരുടെ ഒക്കെ പേരുകൾ എവിടെയുണ്ട്? സ്വർഗത്തിൽ അഥവാ ജീവപുസ്തകത്തിലുണ്ട്. കേവലം ക്രൈസ്തവ സഭയുടെ മാത്രം പേരല്ല, അല്ലെങ്കിൽ സഭയിൽ ഉള്ളവരുടെ മാത്രം പേരല്ല. കാരണം എന്താണ്? സ്വർഗരാജ്യത്തിൽ ദൈവസഭാംഗങ്ങൾ മാത്രമേ കാണത്തുള്ളൂ? അല്ല. ഇതിനോടകം തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. കർത്താവ് മരിച്ചിട്ട് പറുദീസയിൽ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോയി. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ബദ്ധന്മാരായ ആത്മാക്കളെ പിടിച്ച് പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടാക്കി. ഇപ്പോ പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ ഇപ്പോൾ തന്നെ ആത്മാവാണ്, ശരീരം ഇപ്പോഴും ഭൂമിയിൽ വിശ്രമിക്കുന്നു. ദൈവസന്നിധിയിലാണ് അവരൊക്കെ. കൂടാതെ യേശു കർത്താവ് തന്നെ പരസ്യ ശുശ്രൂഷ വേളകളിൽ പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കും. അപ്പോൾ അവരൊക്കെ ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കണമെങ്കിൽ അവരുടെയും പേരുകൾ എവിടെ ഉണ്ട്? സ്വർഗത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ജീവപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ദൈവമക്കളായി തീർന്ന, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അനുവാദം ലഭിച്ച എല്ലാവരെയും കൂടെ എടുത്തു പറയുന്ന ഒരു പൊതു പേരായി നമുക്ക് അത് കാണാം. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. സ്തോത്രം. പക്ഷേ മണവാട്ടിയും അല്ലാത്തവരുമായിട്ട് വ്യത്യാസം കാണത്തില്ലേ? ഉണ്ടല്ലോ, അതുണ്ട്. സഭയ്ക്ക് മാത്രമേ മണവാട്ടി പദമുള്ളൂ. ആ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. മറ്റെന്തെങ്കിലും? സ്തോത്രം. മറ്റൊന്നുമില്ല എങ്കിൽ നമുക്ക് 8-ാം വാക്യം അവിടെ നിർത്താം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് തിങ്കളാഴ്ച മുതൽക്ക് ചിന്തിക്കാം. നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിൽ ചേർക്കപ്പെടുവാൻ കർത്താവ് നമ്മോട് കരുണ കാണിച്ചു. നാം വിശ്വസിക്കുവാൻ പോലും ദൈവമാണ് നമുക്ക് കാരണക്കാരൻ. നാം മാനസാന്തരപ്പെടുവാൻ പോലും ദൈവമാണ് നമുക്ക് കൃപ ചെയ്തത്. ആ കർത്താവിൽ നമുക്ക് പിന്നെയും ആശ്രയിച്ച് ഉറച്ച് നമ്മുടെ ജീവിതത്തെ പ്രത്യാശയോടെ നയിക്കാം. ജീവപുസ്തകത്തിൽ പേരുള്ള സന്തോഷത്തോടെ ലോകത്തിലെ ശരീരത്തിന്റെ ഒക്കെ ദുഃഖങ്ങളെ, വേദനകളെ, പ്രയാസങ്ങളെ അതിജീവിക്കാം. അതിന് ദൈവം നമുക്ക് ഏവർക്കും അധികം അധികം കൃപ നൽകട്ടെ. ഈ വചനങ്ങൾ നമുക്കതിനും അനുഗ്രഹമാകട്ടെ. ദൈവത്തിന് സ്തോത്രം.